നമസ്കാരം. രേഖകൾ പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശത്തുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം അവസാനിപ്പിക്കണമെന്നും പാത ഉടൻ ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നും റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോതമംഗലത്ത് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2018 പ്രളയത്തിന് ശേഷം മാങ്കുളവും കൊർത്തിക്കുടിയും മൂന്നാറൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ മേഖലയിലെ റോഡ് മൂന്നാറിലേക്ക് ഒരു സമാന്തര റോഡ് വേണം എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ആലുവ മൂന്നാർ റോഡ് പുനർഗതാഗത യോഗ്യമാക്കണമെന്നുള്ള ആവശ്യവുമായി മാങ്കുളത്തുനിന്ന് ഉൾപ്പെടെയുള്ള ജനങ്ങൾ രംഗത്ത് വരികയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. കാരണം ഒരു 30% റോഡ് മാത്രമാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശമുള്ളൂ. ബാക്കിയുള്ള റോഡുകളെല്ലാം ഈ പഴയ ആലുവ മൂന്നാർ റോഡിൽ നിന്ന് വാഹന ഗതാഗതയുക്തമാണ്. അത് നിലവിൽ ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് തുറന്നു കിട്ടണം. അപ്പോൾ ആ റോഡ് തുറന്നു കിട്ടണം എന്നുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിവേദനമായി പോയിട്ടുണ്ട്. അതുകൂടാണ്ട് കേരള ഹൈക്കോടതിയിൽ നിലവിലൊരു കേസ് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലയിൽ ആ മേഖലയിലേക്കുള്ള മാങ്കുളം മേഖലയിലേക്ക് പോകുന്ന 2 റോഡുകൾ മാത്രമാണ് നിലവിലുള്ളത്. ഒന്ന് ഓൾഡ് ആലുവ മൂന്നാർ റോഡും, ഒന്ന് 6-ാം മൈലിൽ നിന്ന് ആരംഭിക്കുന്ന 6-ാം മൈൽ പഴംപിളിച്ചാൽ മാമലക്കണ്ടം ആവറൂട്ടി കൊർത്തിക്കുടി റോഡും. ഈ 2 റോഡും ഇന്ന് ഫോറസ്റ്റുകാർ അടച്ചു കെട്ടി വച്ചിരിക്കുക. അതുകൊണ്ട് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന മാങ്കുളം മേഖലയിലേക്കുള്ള റോഡുകൾ ഇല്ലാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. മാങ്കുളംകാർക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ വഴികൾ നേരിട്ട് തുറന്നു കിട്ടിയാൽ 50 കിലോമീറ്റർ കൊണ്ട് അവർക്ക് കോതമംഗലത്ത് എത്താൻ സാധിക്കും. ഇപ്പോൾ മാങ്കുളത്തുള്ള ആളുകൾക്ക് കോതമംഗലത്ത് എത്തിച്ചേരണമെങ്കിൽ 90 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത് തന്നെയുമല്ല, ഈ റോഡിൻ്റെ എല്ലാ മേഖലയിലും ആദിവാസികളടക്കം ഉള്ള ആളുകൾക്ക് വികസനം കിട്ടാതെ വളരെയേറെ ബുദ്ധിമുട്ടുമാണ്. ദേവികുളം താലൂക്കിലെ ഏറ്റവും വലിയ ആദിവാസി കോളനിയാണ് കൊർത്തിക്കുടി ട്രൈബൽ കോളനി. 360 വീടുകൾ അവിടെയുണ്ട്. ആ 360 വീടുകളിലായിട്ട് 1600ഓളം ആദിവാസി ജനങ്ങൾ അവിടെയുണ്ട്. അവിടെ ഇപ്പോഴും ഒരു ഓട്ടോറിക്ഷ പോലും ചെല്ലില്ലാത്ത അവസ്ഥ. അതുപോലെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ട്രൈബൽ പഞ്ചായത്താണ് എടമലക്കുടി. ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് തെളിഞ്ഞു കിട്ടിയാൽ മാങ്കുളത്ത് നിന്നും, അതായത് 6-ാം മൈലിൽ നിന്ന്, മാങ്കുളത്ത് 6-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എടമലക്കുടിയിലേക്ക് എത്തിച്ചേരുവാൻ. ഇപ്പോൾ എടമലക്കുടിക്കാർക്ക് മൂന്നാറിൽ നിന്ന് എത്തണമെങ്കിൽ 36 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഞങ്ങൾക്ക് ഈ റോഡ് ഓപ്പൺ ആക്കി തരണം. PWDയുടെ കൈവശം ഇരിക്കുന്ന റോഡാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനധികൃതമായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവരത് അനധികൃതമായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു കത്ത് തന്നു. ഈ കത്തിൽ അവരിങ്ങനെയാണ് പറയുന്നത്: താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു, താങ്കളുടെ കത്തിൽ പരാമർശിക്കുന്ന പേരിലുള്ളതും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഒരു റോഡ് കുട്ടമ്പുഴ റേഞ്ചിൻ്റെ പരിധിയിലെ റിസർവ് വനത്തിനുള്ളിൽ നിലവിലില്ലാത്തതാണ്. നിവേദനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥലം വനഭൂമിയായതിനാൽ റോഡ് നിർമ്മാണത്തിന് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. നിലവിൽ ആലുവ മൂന്നാർ പൊതു റോഡ് ഉള്ളതും മാങ്കുളം കുട്ടമ്പുഴ എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടുന്നതിന് ജനങ്ങൾ ഉപയോഗിച്ചു വരുന്നതും നല്ല നിലവാരത്തിൽ നിർമ്മിച്ച് പരിപാലിച്ചു വരുന്നതുമായ നിരവധി പൊതു റോഡുകൾ നിലവിലുണ്ട്. ആകയാൽ താങ്കളുടെ കത്തുകളിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ വനനശീകരണം നടത്തി വന്യജീവി സാന്ദ്രത വളരെ കൂടുതലുള്ള റിസർവ് വനത്തിനുള്ളിൽ കൂടി പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിന് അനുമതി നൽകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഇത് ഓൾറെഡി PWD ഇതാണ് നിലവിൽ. ഇത് മൂന്നാർ PWD ഡിവിഷനിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള RT ആക്ട് പ്രകാരം തന്നിട്ടുള്ള രേഖയാണ്. തട്ടേക്കാട് നിന്ന് ആരംഭിച്ച് മൂന്നാറിലെത്തുന്നു. മൂന്നാറിൽ നിന്ന് മറയൂർ ചിന്നാർ വരെയുള്ള പഴയ PWD റോഡാണ് ഇത്. ഇപ്പോൾ നിലവിലുള്ള NH റോഡും. അപ്പോൾ ഈ റോഡ് ഒരു കാരണവശാലും 100% PWDയുടെ റോഡാണ്. ആ റോഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനധികൃതമായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടാണ്ട് 2009 ഈ റോഡ് കേരള PWDയുടെ മേജർ ഡിസ്ട്രിക്ട് റോഡായി പുനർവിജ്ഞാനവും ചെയ്ത റോഡാണ്. ഈ റോഡ് കേവലം 10-26 കിലോമീറ്റർ മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈവശം വെച്ചിരിക്കുന്നത്. ഈ റോഡ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പൊതുജന താല്പര്യാർത്ഥം അത് വിട്ടുതരണം. അടിയന്തരമായി അനുവദിച്ച് തരാത്ത പക്ഷം അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഹൈവേ ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾ ഞങ്ങൾ കോതമംഗലത്ത് നടത്തും. ഇത് ഈ വിഷയത്തിൽ കോതമംഗലം MLAയും
അതുപോലെ ബഹുമാനപ്പെട്ട ദേവികുളം MLA-യും അതുപോലെ നമ്മുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പാർലമെൻറ്റ് മെമ്പറും വളരെ ഉത്സാഹമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് ഫോറസ്റ്റുകാരുടെ അവകാശത്തിൽ നിന്നും വിട്ടു കിട്ടുവാനുള്ള ഉത്തരവുണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളിന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത്.